നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. എടാ, ഒരിക്കലേ മരണം വന്ന് തൊട്ടതാ എന്നെ. അവിടുന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത് സുധിയേട്ടന്റെ ഹൃദയം കിട്ടിയതുകൊണ്ട് മാത്രമാ. ആ എന്നെ കൊല്ലുമെന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തിയ പേടിക്കാനും മാത്രം ഭീരുവല്ല ഞാൻ. നിത്യമായിട്ടുള്ള നിന്റെ കല്യാണം മുടക്കണം, അതായിരുന്നു ലക്ഷ്യം. അത് നടന്നു. ഇനി വിചാരണയും കോടതിയും. 1000 വിഷ്ണുമാരിറങ്ങിയാലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ഒരാൾ മതി നിനക്കുള്ള പരമാവധി ശിക്ഷയായ ക്യാപിറ്റൽ പണിഷ്മെന്റ് വാങ്ങിത്തരാൻ. അതെന്റെ മെടുക്കൊണ്ടൊന്നുമല്ല, നീ അത് അർഹിക്കുന്നതുകൊണ്ട്. നമുക്കിനിയും മത്സരിച്ചുകൊണ്ടിരിക്കാം. നമ്മളിൽ ഒരാൾ വീഴുന്നത് വരെ ആ മത്സരം നമുക്ക് തുടരാം. എന്താ മോനെ അവന് മാറ്റി നിർത്തി പറഞ്ഞത്? ചെറിയ ചില ഉപദേശങ്ങൾ കേൾക്കുമെന്നറിയില്ല, എന്നാലും പറയണമല്ലോ. അത് വേണം. അവൻ ഒറ്റ ഒരുത്തനാ ഇതിനൊക്കെ കാരണം. ശരതേ വന്നേ, അവിടെ പോലീസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിന്? ജാമ്യം കിട്ടിയെന്ന് വെച്ച് ഇവിടെ നിന്ന് അങ്ങനെ പുറത്തിറങ്ങണമെന്ന് പറ്റില്ല. ജയിലിൽ കുറച്ച് പരിപാടികളുണ്ട്. കോടതിയുടെ ഓർഡർ അവിടെ എത്തിക്കണം. അവിടെ അത് രേഖപ്പെടുത്തി റിലീസ് ചെയ്യണം. അതിന് ശരത്ത് അങ്ങോട്ട് പോയേ പറ്റും. ഇനിയും പോണോ? ഞങ്ങളങ്ങോട്ട് വരില്ലേ, ധൈര്യട്ട് പോ. പൊക്കോ ശരത്ത്, ഇന്ന് തന്നെ തനിക്ക് പുറത്തിറങ്ങൽ ഏർപ്പെടാൻ ഞങ്ങൾ ചെയ്തോളാം. ചെയ്യണേ. എടോ, ഞങ്ങളല്ലേ പറയുന്നേ, താനൊന്ന് വിശ്വസിക്കേ. പോകാം, പോയിട്ട് വരാമേ. ശരി. ചന്ദ്ര, ഒരു മിനിറ്റ്. ദേ, 50,000 രൂപ കെട്ടിവെക്കണം കോടതിയിൽ. ജാമ്യവസ്ഥയിലെ അതും പെടും. ഇപ്പൊ അത് പറഞ്ഞവര് തകർന്നു പോലെ വിഷ്ണു. എന്നൊരു കാര്യം ചെയ്യും, നീയും കെട്ടിവെക്കും. ഇടി കെട്ടിവെക്കാതെ അവന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. 50,000 രൂപ 2 ആൾ ജാമ്യം, അതാണ് കണ്ടീഷൻ. കോടതി ഉത്തരവ് ധിക്കരിക്കാൻ പറ്റുമോ? വിഷ്ണു, ഇനി എന്ത് ചെയ്യും? അതൊന്നും എനിക്കറിയില്ല. ജാമ്യം എടുത്തിടാന്ന് ഞാൻ പറഞ്ഞു, എടുത്തു തന്നു. കാശ് കെട്ടി വെച്ചില്ലെങ്കിലേ അവനകത്ത് തന്നെ കിടക്കും. അവസാനം അതെന്റെ കുറ്റമാണെന്ന് പറഞ്ഞു വെക്കരുത്. അവരുടെ കയ്യിൽ കാശ് കാണില്ല വിഷ്ണു. അതെനിക്കറിയണ്ടേ വിഷ്ണു. മര്യാദയ്ക്ക് പോയി അവരെ പറഞ്ഞ് മനസ്സിലാക്കും. ഭാവി മരുമന് വേണ്ടിയല്ലേ, ആരെ കൊന്നിട്ടാണ് അവർ കാശ് കൊണ്ടുവരും. ചെല്ലടി, ഞാൻ അപ്പുറത്തുണ്ടാവും. ഇനി എനിക്ക് പോവാലോ മോളെ? പോവാൻ വരട്ടെ അമ്മേ. ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട്, അതൊന്ന് തീർക്കേണ്ടി വരും. ഇനി എന്ത് പ്രശ്നം? 2 ആളുടെയും 50,000 രൂപയുടെയും ജാമ്യത്തില് ശരത്തിനെ വിടാൻ കോടതി ഉത്തരവായത്. ആ കാശ് ഉടനെ കെട്ടിവെക്കണം. 50,000 രൂപയോ? അതെ അമ്മേ. അതിന് ഞാൻ എവിടെ പോവും മോളെ? എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല എടുക്കാൻ. കാശ് കെട്ടിവെച്ചില്ലെങ്കിൽ ശരത്തിനെ പുറത്തിറക്കാൻ പറ്റില്ലമ്മേ. ശരത്തിന് ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. ഈശ്വര. അല്ല, ശരത്തിന്റെ അമ്മയോട് ചോദിച്ചാ തരില്ലേ? അവര് കാശുകാരൊക്കെ തന്നെയാ. പക്ഷേ ഈ കേസില് അവർക്ക് ഞങ്ങളോട് നല്ല ദേഷ്യമുണ്ട്. വക്കീൽ ഫീസ് ചോദിച്ചപ്പോ തരാതിരുന്നവരാ. ഇതിനിപ്പോ എന്ത് പറയൂന്നറിയില്ല. കാശ് കെട്ടിവെച്ചേ പറ്റൂ അമ്മേ.
ഞാൻ ചോദിച്ചു നോക്കാം. ഹലോ, ഞാനാ പ്രഭാവതി. ജാമ്യം കിട്ടി. പക്ഷേ 50,000 രൂപ കോടതിയിൽ കെട്ടിവെക്കണം. എന്നാലേ ശരത്തിന് പുറത്തിറങ്ങാൻ പറ്റൂ. കെട്ടിവെച്ചോ? അതിനെന്തിനാ എന്നോട് ചോദിക്കുന്നത്? എന്റെ കയ്യിൽ കാശില്ല. എന്നാ അവ ഇറങ്ങണ്ട. അവനകത്ത് കിടക്കാൻ എന്താ കാരണം? ആരാ കാരണം? അവർ തന്നെ വേണം അവനെ പുറത്തിറക്കാൻ. എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. ശരിക്കും ഇല്ലാഞ്ഞിട്ടാ പ്രഭാവതി. എന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. തരാൻ ഞാൻ തയ്യാറുമല്ല. പ്രതീക്ഷിച്ച മറുപടി തന്നെയാ. സഹായിക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ആരുടെങ്കിലും കടം വാങ്ങാൻ പറ്റുമോ? ഇല്ല. സ്വർണം വല്ലതും? ഇല്ല. കഴുത്തി കിടക്കുന്ന മാലയോ? അത് സ്വർണ്ണല്ലേ? ഇത് താലിമാലയാ. അതിനിപ്പോ എന്താ? തൽക്കാലം കൊണ്ടുപോയി പണയം വെക്കാം. കാശ് കിട്ടുമ്പോ തിരിച്ചെടുക്കാമല്ലോ. താലി ഊരുന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടാണെങ്കി വേണ്ട. ശരത്തകത്ത് തന്നെ കിടക്കട്ടെ. വേണ്ട, അത് വേണ്ട. ഞാൻ മാല തരാം. അവനെ ഇന്ന് തന്നെ പുറത്തിറക്കണം. താലിയേക്കാളും വലുതാ എനിക്കിപ്പോ ശരത്ത്. ധൈര്യമായിട്ട് പൊയ്ക്കോ. രാത്രിക്ക് മുൻപേ ശരത്ത് വീട്ടിലെത്തിയിരിക്കും.